സാക്ഷാൽ മഹാദേവന്റെ തന്നെ അംശാർത്ഥാണ്. ശങ്കരാചാര്യർ പറയുന്നു, വേദാന്ത സമസ്ത സാര സർവസ്വം, വേദങ്ങളുടെ എല്ലാം സാരാംശമാണ് ഇത്. പക്ഷെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി മനസ്സിലാക്കും. അതല്ലേ നല്ലത്. ആണോ ആണോ ഇവിടെ തന്നെയാണ്. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഭഗവത്ഗീത വിതരണം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗീതയിലൊന്നും എനിക്ക് വിശ്വാസമില്ല സ്വാമിജി. എന്റെ അടുത്തിരിക്കുന്നത് വേറൊരാൾ പറഞ്ഞു, ഇല്ലല്ല, ഗീത വിശ്വസിക്കണം, ഗീത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എന്റെ അടുത്തിരിക്കുന്ന വ്യക്തി ആ വ്യക്തിയെ കൺവിൻസ് ചെയ്തു ഗീത പഠിക്കാൻ. എനിക്ക് വലിയ സന്തോഷമായി. ഇത്രയും ഭഗവത്ഗീത വിശ്വാസം അങ്ങേക്ക് എങ്ങനെ വന്നു? ഉടനെ അദ്ദേഹം പറഞ്ഞു, സ്വാമിജി എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം നൽകിയത് ഭഗവത്ഗീതയാണ്. എന്താണ് പ്രശ്നം? കുറെ നാളുകളായിട്ട് എനിക്ക് ഉറക്കമില്ല. പല പല ഉറക്ക ഗുളികളും കഴിച്ചു നോക്കി, എന്നിട്ടും ഉറക്കം കിട്ടുന്നില്ല. അവസാനം ഡോക്ടർ ഒരു പറഞ്ഞു സജഷൻ. എന്താ പറഞ്ഞത്? മനസ്സിലാവാത്ത ഏതെങ്കിലും ബുക്ക് വായിച്ചാൽ മതി. നമുക്ക് തീരെ മനസ്സിലാവാത്ത ഏതെങ്കിലും ബുക്ക് വായിച്ചാൽ എന്ത് പറ്റും? ഇങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ആക്കം അല്ലേ? ഇദ്ദേഹം തിരഞ്ഞെടുത്ത ബുക്ക് ഏതായിരുന്നു? അല്ലേ? ഭഗവത്ഗീത അങ്ങോട്ട് തുറക്കുമ്പോഴേ എന്ത് പറ്റും? കുരുക്ഷേത്രം കാണാൻ തുടങ്ങും അല്ലെ? തലയൊക്കെ അങ്ങോട്ട് കാണാൻ തുടങ്ങും അല്ലെ? പിന്നെ ഒറ്റ ഉറക്കമാണ്. അതോടുകൂടി എന്റെ ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലം കിട്ടിയത് എവിടുന്നാ? അതുകൊണ്ട് നല്ലൊരു ഉറക്കുകൂടിയായിട്ട് ഞാൻ എല്ലാ ദിവസവും ഗീത തുറക്കാറ്. ഇതാണോ ഗീത? ആണോ? അതേപോലെ ആയിരിക്കും ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് കാര്യങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. സമയം പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്ലോകങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നതിനെക്കാട്ടി അപ്പുറത്തായിട്ട് ഗീത കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ശ്ലോകങ്ങൾ ആർക്കും കാണാപ്പാഠം പഠിക്കണം അല്ലെ? പൊതുവെ ഒരു തത്വമേത്ത് നമ്മൾ പറയുക, തത്വമേ പൂച്ച പൂച്ച. എന്തിനാണ് നമ്മൾ പറയുന്നത് അറിയോ? കേട്ടിട്ടുണ്ടോ? തത്തമേ പൂച്ച പൂച്ച. തത്തമയും പറയാനുണ്ട് തത്തമേ പൂച്ച പൂച്ച. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തത്തമയെടുത്ത് പറയാ, തത്തമയെ സൂക്ഷിക്കുക, പൂച്ചയുണ്ട് പൂച്ചയുണ്ട്. പക്ഷെ തത്തമേ എന്താ പറയുന്നത്? ഇവിടെ തന്നെയാണോ? അതോ കുരുക്ഷേത്രത്തിലായോ? എന്താണ് പൊതുവെ പറയുന്നത്? തത്തമേ പൂച്ച പൂച്ച. അതിന്റെ അർത്ഥം എന്താ? തത്തമ്മയുടെ നമ്മൾ എന്താ പറയുന്നത്? സൂക്ഷിക്കുക, പൂച്ചയുണ്ട്, ശ്രദ്ധിക്കണം. തത്തമ്മ എന്താ പറയുന്നത്? തത്തമ്മേ പൂച്ച പൂച്ച. തത്തമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ പൂച്ചയെ ശ്രദ്ധിക്കണം എന്താണ് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ? ഇതേപോലെ ആയിപ്പോലും ശ്ലോകങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി കാണാപ്പാഠം പഠിക്കുന്നു? അത് സ്മരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഇനി മുന്നോട്ട് പല പല നിർണായക എക്സാംസ് നമ്മുടെ മുന്നിലുണ്ട്. വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അല്ലെ? ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അലസതയോട് കൂടി, നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ അലസതയോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. അവർക്കൊക്കെ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാൽ അങ്ങനെയുള്ള നിർണായക ഘട്ടത്തിൽ നമ്മുടെ മനസ്സ് അലസതയിലേക്ക് മുങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് പ്രചോദനം ലഭിക്കണമെങ്കിൽ ഭഗവത്ഗീത നന്നായി സ്മരിച്ചു. ഇത്തരം വലിയൊരു അനുഗ്രഹമാണ് ഗുരുവായൂരപ്പൻ ഇവിടെ നൽകുന്നത്. എല്ലാ ഞായറാഴ്ചകളും അല്ലേ? എല്ലാ ഞായറാഴ്ചകളും. എന്നിട്ട് പരീക്ഷാ തിരക്കും പല പല തിരക്കുകളും കാണും. പക്ഷെ എന്നാലും ഗീതയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തും. ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. ഇൻവെസ്റ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ബാങ്കിൽ ഇങ്ങനെ കാശിടും അല്ലേ? എല്ലാം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പലിശ സഹിതം നമുക്ക് തിരിച്ചു. അതേപോലെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് നിങ്ങൾ ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ചുമ്മാ വന്നിരുന്ന് കേൾക്കുക, ഉറക്കം തൂങ്ങി കേൾക്കുക എന്നതല്ല. ശ്രദ്ധയോടുകൂടി ഇവിടെ ആചാര്യൻ ആരാണോ പഠിപ്പിക്കുന്നത് അദ്ദേഹം പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേട്ട് ഇതെന്താ ചെയ്യേണ്ടത്? കേട്ട് മറക്കുക ആണോ? ആപ്ലിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യണം. ഈ അറിവെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ആചരിച്ചില്ല എങ്കിൽ എല്ലാം വെറുതെയാണ്. മനസ്സിലായി? നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ അറിയാം അല്ലെ? ഇന്നത്തെ കാലത്ത് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ കൂടെ തന്നെ നമ്മൾ എല്ലാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്.
അതായത് നമുക്ക് മൊബൈലിനെ കുറിച്ച് നമ്മൾ കുറെ കേട്ടിരിക്കുന്നു, പക്ഷെ നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ കാര്യമുണ്ടോ? അതേപോലെ ഭഗവത്ഗീത ജ്ഞാനം നമ്മൾ സ്വീകരിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഗീതാ ശ്ലോകങ്ങൾ നന്നായി ബുദ്ധിയുള്ള ആർക്കും, ഓർമ്മശക്തിയുള്ള ആർക്കും കാണാപ്പാഠം പഠിക്കാൻ പറ്റും. പക്ഷെ അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് കുട്ടികളെ? ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അന്നേരം എന്താ ചെയ്യേണ്ടത്? ഓരോ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഓക്കെ, അതുകൊണ്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഭഗവത്ഗീതയിൽ നിന്നും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ബോറടിക്കോ? ഉറപ്പാണോ? അപ്പൊ നിങ്ങൾ ഗീതാ ക്ലാസ്സിൽ വരുന്ന സമയത്ത് പല വ്യക്തികളും നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എവിടെയാ പോകുന്നത് ഗീതാ ക്ലാസ്സിൽ? ഗീതയിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും നിങ്ങൾ? കുറേ കാര്യങ്ങൾ പറയും. പക്ഷെ നമുക്ക് പറയാൻ എന്തെങ്കിലും പറ്റണ്ടേ? അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം പാർട്ട്. എന്താണ് പാർട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആരുടെ പേരാ പാർത്ത് എന്ന് പറഞ്ഞ? അർജുന്റെ പേര് അല്ലേ? പാർത്ത് എന്ന പേര് അർജുൻ എങ്ങനെ വന്നു? ഭഗവാനും ഒരു പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്താ? പാർത്ഥസാരഥി. പാർത്ഥന്റെ പാർത്ത് എന്ന പേര് അർജുൻ എങ്ങനെ വന്നു? എന്താണ് കാരണം പാർത്ത് എന്ന പേര്? പൃഥയുടെ പുത്രൻ. ആരാ? പൃഥയുടെ പുത്രൻ. പൃഥ എന്ന് പറഞ്ഞ ആരാ? അർജുന്റെ അമ്മ ആരാ? ദ്രൗപദി അല്ലേ? ആരാ? ആണോ? ആരാ? സംശയം ഉറക്കെ പറയും. ആരാ? ദേവിയുടെ. അതുകൊണ്ടാണ് ഭഗവാൻ ഇടയ്ക്കിടെ കൗന്ദേയ ഭാരത. ഭാരത എന്തിനാ പറയുന്നത്? നമ്മളെല്ലാം ഭരതവംശികളാണ്. ഇവിടെ കുരങ്ങന്മാരിൽ നിന്ന് വന്നവരാണ്. എനിക്ക് ഒരു കുട്ടി വന്നിട്ട് അമ്മയെടുത്ത് പറയാ, അമ്മേ നമ്മൾ കുരങ്ങന്മാരിൽ നിന്നാണോ വന്നത് അതോ മനുഷ്യരിൽ നിന്നാണോ? മനുഷ്യരിൽ നിന്നാണ് മക്കളെ പറഞ്ഞു. പക്ഷെ അച്ഛൻ പറയാൻ നമ്മൾ കുരങ്ങന്മാരിൽ നിന്നാണ് വന്നത്. ഉടനെ അമ്മ എന്ത് പറഞ്ഞാണ്? അച്ഛന്റെ പൂർവികർ ചിലപ്പോൾ കുരങ്ങന്മാരിൽ നിന്നായിരിക്കും. നമ്മൾ കുരങ്ങന്മാരിൽ നിന്നാണോ വന്നത്? മനുഷ്യരാണ്. സ്വയം മനുവിന്റെ വംശജരാണ്. വൈവസ്വത മനുവിന്റെ വംശജരാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മനുഷ്യർ. ഇംഗ്ലീഷിൽ പോലും നമ്മൾ എന്താ പറയുക? മാൻ, ഹ്യൂമൻ ബീയിങ്സ്. ഇതിന്റെ അർത്ഥം എന്താ? മാൻ എന്നുള്ള വാക്ക് എവിടെ നിന്ന് വരുന്നു? മനുവിൽ നിന്നാണ്. മനസ്സിലാവും? അപ്പൊ നമ്മൾ ആരിൽ നിന്ന് വരുന്നു? മനുവിനാണോ? ഇതിന് സംശയമുണ്ടോ? നമ്മുടെ ശരീരവും കുരങ്ങന്റെ ശരീരവും ഒരേപോലെ ഇരിക്കുന്നതിന്റെ അർത്ഥം നമ്മളും കുരങ്ങന്മാരും ഒരേപോലെയാണോ? ഉയർന്ന് ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് ആര്? മൃഗങ്ങളെ നോക്കിയാൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും, ഉറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടിക്കൊണ്ടിരിക്കും അല്ലെ? മനുഷ്യരും അത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മൃഗങ്ങളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതുകൊണ്ട് മനുഷ്യരായിട്ട് നമ്മൾ പിറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അർജുൻ എന്ത് ചെയ്തു? ഇത്രയും ഉയർന്ന കഴിവുള്ള വ്യക്തി യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്താ? കൗന്ദേയ, കുന്തി പുത്ര, നീ കുന്തിയുടെ പുത്രനാണ്, നീ ഭാരതവംശത്തിൽ ജനിച്ചവനാണ്, ഇത്രയും ഉയർന്ന കുലത്തിൽ ജനിച്ചിട്ട് നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? അതാണ് ഇവിടെ. ഇതാണ് ഓരോ ശ്ലോകത്തിന്റെയും ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ പോകുന്നത്. മനസ്സിലായി? അപ്പോഴാണ് അതുകൊണ്ട് പാർക്ക് എന്ന വാക്കിന്റെ അർത്ഥം പൃഥയുടെ പുത്രൻ എന്നാണ്. നമ്മുടെ ഓരോ പ്രവൃത്തി എങ്ങനെയായിരിക്കണം? അച്ഛനും അമ്മയ്ക്കും ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കും അല്ലേ? അതല്ലേ? ആണോ? നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ തല എപ്പോഴും ഉയർത്തി വെക്കാൻ പറ്റുന്നു. അല്ലാതെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ ആരുടെ തലയാണ് കുനിയുന്നത്? അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? പാർത്ത്. അർജുനെ അറിയപ്പെടുന്ന ആരുടെ പേരില്ല? പൃഥയുടെ പുത്രൻ. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർത്ത് എന്ന വാക്ക് ഓർക്കുക. പാർത്തിൽ ഏതൊക്കെ അൽഫബറ്റ്സ് ആണ് ഉള്ളത്? ഇംഗ്ലീഷിൽ ഗീതയിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? പാർത്ത് എന്ന് പഠിച്ചു.
മനസ്സിലാത്തപ്പോ എന്തായിരിക്കുന്നത്? പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്താണ്? എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ഒരിക്കലും വിഷമിക്കുക. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത് മാ ശുച ന ശോചിതം മനസ്സി, വിഷമിക്കാതെ ഡോണ്ട് വറി. ഇതന്നെയാണ് ഭഗവത്ഗീത. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സാറ് പറഞ്ഞ പോലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വിഷമിച്ച് ടെൻഷൻ എടുക്കുന്ന കാര്യമുണ്ടോ? നമ്മുടെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യണം? ഇതിനുള്ള ഉത്തരം എഴുതാൻ. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഭഗവത്ഗീത. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? പോസിറ്റീവ്. ഒരിക്കലും നെഗറ്റീവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. എന്ന് പറഞ്ഞാൽ ആക്ഷൻ. നമ്മുടെ പ്രവൃത്തികൾ ശരിയായിട്ടുള്ള പ്രവൃത്തികളായിരിക്കും. ഈ എന്താണ്? പോസിറ്റീവ്. എ എന്താണ്? ആക്ഷൻ. ഇനി ആറെന്ന് പറയുമ്പോൾ എന്താണ്? റീചെക്ക് യുവർ ആക്ഷൻ. വീണ്ടും വീണ്ടും പരിശോധിക്കുക. ആത്മപരിശോധന വേണം. നമ്മൾ ശരിയാണോ ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുക. ബി എന്ന് പറയുമ്പോ പോസിറ്റീവ്. ഏത് പറയുമ്പോ ആക്ഷൻ. ആറെന്ന് പറയുമ്പോ റീചെക്ക്. നമ്മുടെ ആക്ഷൻസ് കറക്റ്റ് ആണോ, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുക. പിന്നെ ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടി എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ടൈം മാനേജ്മെന്റ്. ടൈം വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത്, പഠിക്കേണ്ട സമയത്ത് കളിക്കുക അല്ലെ? കളിക്കേണ്ട സമയത്ത് പഠിക്കുക ആണോ? എല്ലാത്തിനും സമയമുണ്ട്. അല്ലാതെ എല്ലാ സമയത്തും ഇങ്ങനെ പുസ്തകം തുറന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പഠിക്കുമോ? നമ്മുടെ അച്ഛനമ്മയും പറ്റിയിട്ടുണ്ട്. പുസ്തകം തുറന്ന് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് പഠിക്കണം. മൈൻഡ് അവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, കളിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? ഇനി വീട്ടിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം അല്ലേ? അച്ഛനെ അമ്മയെ റെസ്പെക്ട് ചെയ്യണം, അച്ഛൻ്റെ അമ്മയെ അവരുടെ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യണം, അവരെ റെസ്പെക്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ എത്തുന്നത് പഠിക്കും. ടൈം മാനേജ് അല്ലേ? പി എന്ന് പറഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ, ആർ എന്ന് പറഞ്ഞാൽ റീചെക്ക് യുവർ ആക്ഷൻ. പിന്നെ ടി എന്ന് പറഞ്ഞാൽ എച്ച് എന്തായിരിക്കും? നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതെല്ലാം ചെയ്തു. അത് മാത്രം മതിയോ? ഇനി ആരാ ബാക്കിയുള്ളത്? നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ എത്ര യോഗേശ്വരോ കൃഷ്ണോ, എത്ര പാർത്ഥോ വില്ലാളി വീരനായിട്ട് അർജുനൻ നിൽക്കുകയാണ്. പക്ഷെ നല്ലൊരു സാധ്യത വേണ്ടേ? ഇതാരാണ്? ഹയർ അതോറിറ്റി. ഇവിടെ മുതിർന്നവർ സാക്ഷാൽ ഭഗവാൻ അല്ലേ? ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ വരുന്നത്? എല്ലാ ദിവസവും നമുക്ക് ഗുരുവായൂരപ്പൻ ദർശനം തരുമോ? വിഗ്രഹത്തിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ വിഗ്രഹമാണ് ദർശിക്കുന്നത്. വിഗ്രഹവും ഭഗവാനായിട്ട് വ്യത്യാസമില്ല. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ അർജുനെ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരാ ഉള്ളത്? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുക അല്ലെ? നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യും ആണോ? അച്ഛനും അമ്മയും പറയുന്നത് ഹയർ, മുതിർന്നവർ പറയുന്നത് കേൾക്കണം. പരമോന്നതനായിട്ടുള്ളവരാണ് ഭഗവാൻ. ഭഗവാന്റെ കാരുണ്യത്താലാണ് നമ്മുടെ ജീവിതത്തിൽ അച്ഛനെയും അമ്മയും നല്ല ടീച്ചേഴ്സും ആണോ അല്ലേ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗുരുത്വമുള്ള വ്യക്തികളായിരിക്കും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉറപ്പാണ്. ഇതാണ് ഭഗവത്ഗീതയുടെ സിറ്റുവേഷൻ. എന്തൊക്കെയാണ് മക്കളെ പറഞ്ഞാൽ? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ആക്ഷൻസ്, റീചെക്ക് അവർ ആക്ഷൻസ്, പിന്നെ ടൈം മാനേജ്മെന്റ്, പിന്നെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുക, മുതിർന്നവർ പറയുന്നത് കേൾക്കുക. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? അതൊക്കെ അവർക്ക്. കാരണം ഓരോ കുട്ടികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് യുവതലമുറ അച്ഛനമ്മയുടെ റെസ്പെക്ട് ഇല്ല, ടീച്ചേഴ്സിനോട് റെസ്പെക്ട് ഇല്ല, ഇല്ല. അതുകൊണ്ട് അവരുടെ യൗവനം മുഴുവൻ എങ്ങോട്ട് പോകുന്നു? എന്താവും? ഇപ്പോൾ അറിയത്തില്ല, ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കുറെ നാളുകൾ കഴിയുമ്പോൾ എന്താവും? ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് നമുക്ക് ഈ ജീവിതം ലഭിച്ചത് ആണോ അല്ലയോ? അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്താലല്ലേ നമുക്ക് ഈ ജീവിതം ലഭിച്ചത് അല്ലേ? നമുക്ക് ഗുരുത്വം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിനെല്ലാം നമ്മൾ
ദിവസം ആ സമയത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി. അതുകൊണ്ട് എന്താണ് 5 കാര്യങ്ങൾ മക്കളെ പഠിക്കേണ്ടത്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ആക്ഷൻ, റീചെക്ക് അവർ ആക്ഷൻസ്, ടൈം മാനേജ്മെന്റ്. ഇതാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഭഗവത്ഗീത കേട്ടോ. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയുടെ ക്ലാസ്സിന് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊന്നും സാധാരണ കുട്ടികളല്ല. സ്വാമിജി പറഞ്ഞ പോലെ ഒരുപാട് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച കുട്ടികളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ സന്തോഷം. സ്വാമിജി, നമ്മുടെ അച്ചാച്ചൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ സ്ഥലം കിട്ടിയതും ഇവിടെയൊക്കെ ഈ ക്ലാസ് സംഘടിപ്പിക്കാൻ പറ്റിയതൊക്കെ. അച്ചാച്ചൻ ആഞ്ഞം തിരുമേനിയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ആഞ്ഞം എന്ന് പറഞ്ഞാൽ നാരായണാലയത്തിൻ്റെ ഫൗണ്ടറാണ്. ശരിക്കും ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് നേരിട്ട് അനുഭവിക്കുവാനും മറ്റുള്ളവർക്കൊക്കെ പകർന്നു കൊടുക്കുവാനും കഴിഞ്ഞപ്പോൾ ഒരു മഹത് ജന്മമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പുണ്യം, അതിൻ്റെ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ഫലം തന്നെയാണ് അച്ചാച്ചൻ ഇവിടെ വന്നതും അച്ചാച്ചൻ അവരുടെ ആയിട്ട് പ്രവർത്തിച്ചിട്ടൊക്കെ ഗുരുവായൂർ ഇങ്ങനെ കൂടിയത്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ്, അദ്ദേഹത്തിൻ്റെ വീടാണ്. വീടിൻ്റെ മുകളിലാണ് നമുക്ക് ഇതിനൊരു സൗകര്യം വന്നത്. അച്ചാച്ചൻ നമ്മളോട് 2 വാക്ക് കുട്ടികളോട് എന്തെങ്കിലും സന്ദേശം എന്താണെന്ന് പറഞ്ഞു. ഭഗവാൻ തീർച്ചയാക്കണം നമ്മളെന്ത് ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ പറഞ്ഞു തരും എന്താ വേണ്ടത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. എനിക്ക് അധികമൊന്നും പറയാനില്ല. ഇവിടെയൊക്കെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചുരുക്കത്തിൽ ഈ ഒരൊറ്റ വാക്ക് പറയുന്നു. സമർപ്പണത്തിൻ്റെ ഒരു ഇതാണ് അച്ഛൻ. നമ്മളെപ്പോഴും സറണ്ടർ ചെയ്തിട്ട് ജീവിക്കണം. നമ്മൾ ഒരു അദൃശ്യമായിട്ടുള്ളൊരു പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, അല്ലാഹു എന്നുള്ള പേരിട്ടിട്ടോ ഏത് പേരിട്ടിട്ടോ ആണെങ്കിലും വിളിക്കാം. പക്ഷേ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായിട്ടുള്ളൊരു പവർ ഉണ്ട് ഇവിടെ. ഇപ്പൊക്കെ പല സ്ഥാപനങ്ങളിലും ക്യാമറയിലൊക്കെ നിരീക്ഷിക്കുന്നുള്ള പേടിയിൽ പല ആളുകളും പല കളറുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചിന്ത ഇപ്പം ഉണ്ട്. പല സ്ഥലങ്ങളിലും ക്യാമറ ഉണ്ട്. പക്ഷെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നമ്മളെപ്പോഴും സത്യസന്ധമായിട്ടും നമ്മുടെ ആ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് ഈ അദൃശ്യമായിട്ടുള്ളൊരു പവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അധികം തെറ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ചിന്ത പൂർണ്ണമായിട്ടും ഇപ്പോൾ നശിച്ച പോലെയാണ്. സ്വന്തം മാതാപിതാക്കളോട് പോലും നമുക്ക് ആ ഒരു സ്നേഹം ഇന്ന് പല കുട്ടികളിൽ നിന്നും കാണുന്നില്ല. പല അമ്മമാരനെ പോലും ഉപദ്രവിച്ചിട്ടും അച്ഛന്മാരെയൊക്കെ ഉപദ്രവിച്ചിട്ട് അവർക്ക് അനാഥാലയത്തിലൊക്കെ കൊണ്ടാക്കിയിട്ടുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ നിസ്സാര കാര്യങ്ങൾക്ക് അമ്മയ്ക്കോ അച്ഛനോ ഒന്നും പറയാൻ പറ്റില്ല മക്കളോടൊന്നും. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ പറയുമ്പോഴേക്കും പോയിട്ട് ആത്മഹത്യ ചെയ്യും. വാട്സപ്പിൽ നോക്കരുതെന്ന് പറയുമ്പോഴേക്കും ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുന്നത്. അങ്ങനെ നിസ്സാരമായിട്ട് ഒന്നും പറഞ്ഞത് അനുസരിക്കില്ല. ഒരു ദേഷ്യത്തിൽ പോലും പറയാൻ പറ്റില്ല. മുന്നൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അടിക്കാനും പോയിട്ട് ചീത്ത പറയാനും പോലും പാടില്ല, പറ്റില്ല. വടിയൊക്കെ എടുത്തിട്ട് വടി പോലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ 10-9 എന്നൊരു നമ്പർ സ്കൂളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കുട്ടികൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. പേരൻസ് അടിച്ചാലും ടീച്ചർമാർ അടിച്ചാലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യും. പക്ഷെ കംപ്ലൈൻറ്റ് ചെയ്യാതെ മുന്നൊക്കെ നമ്മൾ അടി മേടിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയായിരുന്നു നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശിക്ഷിക്കുന്നത്. മാതാപിതാക്കളായാലും ഗുരുക്കന്മാരായാലും ആ ഒരു സ്നേഹം, ആ ഒരു സമർപ്പണം ഇല്ല. ഇപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. ഒരു ഗുരുശിഷ്യ ബന്ധമൊക്കെ നമ്മൾ നിലനിർത്തണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം മഹത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളതിൻ്റെ ഒരു ഭാഗത്തിലാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് എന്നല്ല, എല്ലാവരും ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ ശ്രമം എന്നാണ് പറയുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സറണ്ടറിങ് മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അത് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ അമ്മയോട് തന്നെയാണ്. ആ പൊക്കിൽ കൂടി ബന്ധം കട്ട് ചെയ്യണ സമയത്ത് പൂർണ്ണമായിട്ട് അമ്മയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കരുത്. അമ്മയുമായിട്ട് എപ്പോഴും ബന്ധം ഉണ്ടാവണം. എല്ലാ ദിവസവും എത്ര വലുതായാലും സ്വന്തം അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മ കൊടുക്കുക, ഒരു മടിയും വിചാരിക്കരുത്. അങ്ങനെ നമ്മൾ ഓരോ കൂട്ടുകാരന്മാരുടെ ഇടയിലായാലും സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു ഓർമ്മ നിലനിർത്തുകയാണെങ്കിൽ പല തെറ്റുകൾ ചെയ്യുന്ന സമയത്തും ഒരു പിടിച്ചുകലുണ്ടായിരിക്കും. അമ്മയുടെ മുഖാലോചിച്ചാണ്.
ശങ്കരാചാര്യ പറഞ്ഞിട്ടുള്ള മാതൃബന്ധമൊക്കെ പഠിക്കുക. ആസ്താം ദാവതീയം പ്രസൂതി സമയെ ദുർവാര ശൂലഭ്യത എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അതൊക്കെ പഠിക്കുക. പ്ലസ് ഇത്തരം ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെ അർജുനന് മാത്രം പറഞ്ഞു കൊടുത്തതായിട്ട് നമ്മൾ കാണണ്ട. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇതിലെ പല ശ്ലോകങ്ങളും നമ്മൾ പഠിച്ച് അതിൻ്റെ ആശയങ്ങളും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മം കരോതിയ സന്യാസി ച യോഗീച്ച ഞാൻ നിരഗ്നിർണ ചാക്രയ എന്ന് പറഞ്ഞൊരു ശ്ലോകം. ആത്മസംയമയോഗം 6 അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം. ഒരു ആൾക്കൊരു നിസ്വാർത്ഥമായിട്ടൊരു കർമ്മം നിങ്ങൾ ചെയ്തു നോക്കി, ഒന്നും തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യും, എന്തെങ്കിലും ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളായിരിക്കണം. എന്നിട്ട് നിങ്ങൾ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സുഖം ഉണ്ടാവും. നമുക്കൊരു സുഖം ഉണ്ടാവും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന സമയത്ത്. അത്തരം കാര്യങ്ങളൊന്നും ചെയ്തു നോക്കുക. അങ്ങനെ ഒരു അനാശ്രിത കർമ്മത്തിന്റെ ഫലത്തിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കിയിരിക്കുക. ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടും, എന്തായാലും കിട്ടും, ഉറപ്പാണ്. പക്ഷെ അതിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. പലർക്കും പല പോലെയാണ് ഫലം കിട്ടുക. ഒരു 10 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു 10 പേര് ഒരുമിച്ച് ചാടിയാല് 10 പേർക്കും ഒരേ ഫലമല്ല കിട്ടുക, ഒരേപോലെ ആയിരിക്കും ചാടിയിട്ടുണ്ടാവുക. ചില ആൾക്കാർ താഴെ വീഴുമ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ടാവും, ചിലവരെ കയ്യും കാലം ഒടിഞ്ഞിട്ടുണ്ടാവുള്ളൂ, ചിലവർക്ക് എത്തുപോയിട്ടുണ്ടാവില്ല, രക്ഷപ്പെടുമൊന്നും പറ്റാതെ. 10 പേർക്കും 10 റിസൾട്ടാണ് കിട്ടുക. ഒരേ ടീച്ചർമാര് ഒരേ സബ്ജക്റ്റ് അല്ലേ നമ്മളെ പഠിപ്പിക്കുന്ന, ഒരേ ക്ലാസ്സിൽ ഒരേ ചോദ്യ പേപ്പർ അല്ലേ എക്സാമിന് വരുന്നത്, പക്ഷെ റിസൾട്ട് വരുന്ന സമയത്ത് വ്യത്യസ്തമല്ലേ. ഇതാണ് ഈ ഫലത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ സത്യസന്ധമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മം കറക്റ്റായിട്ട് ചെയ്ത് പോയാൽ മതി. ചിലപ്പോൾ ഇത്തരം വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബോറടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാമി പറഞ്ഞതൊന്നും കറക്റ്റായിട്ട് നമുക്ക് കേൾക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം എന്തൊക്കെ ചെയ്യാം, നമുക്കിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഒറ്റ വരിയിലൂടെ അച്ചാച്ചൻ തന്ന സന്ദേശം എന്ന് പറയുന്നത് സമർപ്പണത്തിന്റെ ആ ഒരു രീതിയാണ്. അപ്പൊ നമ്മളെപ്പോഴും ഒരു സറണ്ടറിങ് മൈൻഡില്, യാതൊരുവിധ മുൻവിധി ഇല്ലാതെ സറണ്ടറിങ് മൈൻഡിൽ നമ്മൾ ഒന്ന് പ്രവർത്തിച്ച് നോക്കുക, ജീവിച്ച് നോക്കുക. ഇതിലൂടെ നമുക്ക് പോകണം. അതാണ് അച്ചാച്ചൻ പറഞ്ഞത്. രാധാകൃഷ്ണന്റെ ഒരു ആശംസ പറയും. നമ്മൾ 12 മണിക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കും. ഒരു 8 മണിക്കൂറാണ്, 11 to 12, 10:30 to 11 നമ്മൾ ഗീതാധ്യാനത്തിനും അതുപോലെ ഇരിക്കും. ഒരു ഒരു അരമണിക്കൂറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 12 മണിക്ക് നമ്മൾ നിർത്തും. കുഴപ്പമൊന്നുമില്ല, അതിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബോറടി ഉണ്ടോ? ഭയങ്കര ബോറടി ഉണ്ടോ? ഒരു 5 മിനിറ്റ്, 3 മിനിറ്റ് ആശംസ 2 പേരും കൂടി പറഞ്ഞാൽ നമ്മൾ അവസാനിക്കും. രാധാകൃഷ്ണൻ നാരായണാലയത്തിലാണ് ആരൊക്കെ. പിന്നെ നമ്മുടെ ക്ലാസ് പ്രത്യേകം പറയണത്, നമ്മൾ എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ് ഉണ്ട്. 7 to 8 വരെയാണ് ഓൺലൈൻ ക്ലാസ് ഉള്ളത്. അത് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ അഞ്ജനാമയാണ് അത് ലീഡ് ചെയ്യുന്നത്, ശ്വേത ഇവരൊക്കെയാണ് കുറെ ആയിട്ട്. നമ്മൾ ഏകദേശം 1 വർഷമാകാറായി. എല്ലാ ദിവസവും 7 to 8 മുടങ്ങാതെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. ഒക്കെ വഴിയകലുള്ള ആളുകളായ കാരണം നമുക്ക് ഇവിടെ വരാൻ പറ്റാത്തതാണ്. ഒക്കെ ഓൺലൈനിലുണ്ട്. പ്ലസ് എല്ലാ ദിവസവും 7:30 മുതൽ 8 മണി വരെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നുണ്ട്. രാവിലെ ഹരകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നുണ്ട്. അപ്പോൾ 7:30 മുതൽ 9 മണി വരെ 1.5 മണിക്കൂർ ഓൺലൈനിൽ നമ്മുടെ ക്ലാസ് നിരന്തരം നടക്കുന്നുണ്ട്. അതിനും താല്പര്യമുള്ളവർക്കൊക്കെ ചോദ്യം ചെയ്യും. സ്വാമിജി, ശ്രീ രാമനാരായണൻ സ്വാമികൾ, കുട്ടികളെ, രക്ഷിതാക്കളെ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വലിയൊരു ഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം ഭഗവത്ഗീത എന്നത് പറ്റി ഞാൻ പറഞ്ഞു. ഒരു കഥ കൂടി ഞാൻ പെട്ടെന്ന് പറയാം 5 മിനിറ്റിൽ. ഇതുപോലെ ഭഗവത്ഗീത അതിന് ആവശ്യമില്ലാത്തതാണ്, മോഡേൺ സയൻസ് ആണ് വേണ്ടത് എന്നൊക്കെ പഠിച്ചു അങ്ങനെ വിചാരിച്ചിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അത് ഈ കഥ ലക്ഷ്മി ശങ്കർ, ഡോക്ടർ ലക്ഷ്മി ശങ്കർ പറഞ്ഞ കഥയാണ്. അവരുടെ കസിൻ ഇതാണ്. ഇതൊക്കെ പഠിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് MBA-ക്ക് വേണ്ടിയിട്ട് യൂറോപ്പിൽ പോയി. ഇപ്പോൾ ഇവിടെ ഭഗവത്ഗീത നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ആവശ്യമില്ലാത്തതാണ്. 15,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളത് മോഡേൺ സയൻസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അയാൾ MBA ഇതിന് വേണ്ടി അവിടെ പോയി, അമേരിക്കയിൽ പോയി. അപ്പോൾ അമേരിക്കയിൽ പോയപ്പോൾ ആദ്യത്തെ ക്ലാസ്, MBA-യുടെ ആദ്യത്തെ ക്ലാസ് ഇതിന് പോയി. അപ്പോൾ അവിടെ പുസ്തകങ്ങൾ കുറേ മേശകളിലും പുസ്തകങ്ങൾ ഇറക്കിയിരിക്കുന്നു. നോക്കിയപ്പോൾ എന്താണ്, ഭഗവത്ഗീതയാണ്. അപ്പൊ ഈ ട്രെയിനർ വന്നിട്ട് ആദ്യം ചോദിക്കണത്